നോക്കൂ, ബ്രിട്ടനിലെ പ്രഭു കുടുംബങ്ങൾ ശൈത്യകാലം അകറ്റാനായിട്ടുള്ള ഒരു കളിയായിട്ട് തുടങ്ങിയ കളിയാണ് ഈ ക്രിക്കറ്റ്. അത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇന്ത്യയെ അത് അടിച്ചേൽപ്പിച്ചു. ഇന്ത്യ ആ ക്രിക്കറ്റും കൊണ്ട് ഇന്നും എന്തോ മഹത്വവൽക്കരിച്ചുകൊണ്ട് നടക്കുകയാണ്. നോക്കൂ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, സൗത്ത് ആഫ്രിക്ക, ഇംഗ്ലണ്ട് ഇവർക്കൊക്കെ ഫുട്ബോളിന് ശേഷം മാത്രമേ ഉള്ളൂ ക്രിക്കറ്റ് കേട്ടോ. ആ ക്രിക്കറ്റ് എന്ന് പറയുന്ന കളി കാണുമ്പോഴേ അറിയാം എത്ര മടിയന്മാരുടെ കളിയാണെന്ന്. ബൗണ്ടറി ലൈനിനരികിൽ നിന്ന് ഫീൽഡേഴ്സ് കോപ്രായം കാട്ടിയും നഖം കടിച്ചും സമയം വേസ്റ്റാക്കുന്ന ആ സമയമുണ്ടല്ലോ. നോക്കൂ, ലോക ഭൂപടത്തിൽ കേവലം 10-15 രാജ്യങ്ങൾ മാത്രം കളിക്കുന്ന ഈ ക്രിക്കറ്റിനെ ഇത്ര അധമമായി താരങ്ങളെ ദൈവമായി ആരാധിക്കുന്ന വേറൊരു രാജ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യ അല്ലാതെ വേറൊരു രാജ്യമില്ല. ഇന്ത്യ എന്ന മഹാരാജ്യം ദാരിദ്ര്യത്തിൽ എത്രാം സ്ഥാനമാണെന്ന് ഇവർക്കറിയണ്ട. പക്ഷേ ക്രിക്കറ്റിന്റെ സ്കോർ അതാത് സമയങ്ങളിൽ അറിഞ്ഞുകൊണ്ടേയിരിക്കണം ഈ പട്ടിണി പാവങ്ങൾക്ക്. ഇന്ത്യയേക്കാൾ ദരിദ്രരായ പല രാജ്യങ്ങളും ഫുട്ബോളിൽ പങ്കെടുക്കുമ്പോൾ നോക്കൂ, കേവലം 5.5 ലക്ഷത്തിൽ താഴെ ആൾക്കാർ അധിവസിക്കുന്ന 10 ദ്വീപ് സമൂഹങ്ങളടങ്ങിയ ഒരു ദ്വീപ് കേപ്പ് വെർദെ. അവിടുത്തെ ജനങ്ങളും അവിടുത്തെ ഫുട്ബോളും ലോക ഫുട്ബോൾ പ്രേമികളെ എത്രമാത്രം ആകർഷിച്ചു. പണ്ട് റഷ്യയുടെ വിംബിൾഡൺ താരമായ മറിയ ഷറപ്പോവയോട് ഒരു ഇന്ത്യൻ സ്പോർട്സ് ജേർണലിസ്റ്റ് ചോദിച്ചു, സച്ചിൻ തെണ്ടുൽക്കറെ കുറിച്ച് എന്താണ് അഭിപ്രായം? തിരിച്ചു ചോദിച്ചു, സച്ചിൻ തെണ്ടുൽക്കർ ആരാണ്? കാരണം 8-10 രാജ്യങ്ങളിൽ മാത്രം കളിക്കുന്ന ഈ ക്രിക്കറ്റ് ദൈവങ്ങളെയൊക്കെ ലോകം ആരാധിക്കണം, ലോകത്തിലുള്ള മുഴുവൻ സ്പോർട്സ് താരങ്ങളും മനസ്സിലാക്കിയിരിക്കണം എന്ന് ശഠിക്കുന്നതിനകത്തുള്ള ഈ കാഴ്ചപ്പാടെ ഇന്ത്യക്കാരുടെ. അഥവാ ഇനി 10-20 വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ വേൾഡ് കപ്പ് ഫുട്ബോൾ കളിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ അർജന്റീനയുടെയോ ഫ്രാൻസിന്റെയോ ബ്രസീലിന്റെയോ പോർച്ചുഗലിന്റെയോ ജേഴ്സിയും അവരുടെ ഫ്ലാഗും കളിക്കാരെയും ഒക്കെ ഉപേക്ഷിച്ച് അത്ര പെട്ടെന്നൊന്നും ഇന്ത്യൻ കളിക്കാരെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം അത്രമേൽ മറ്റുള്ള രാജ്യങ്ങളുടെ കളിക്കാരും ആ ഫ്ലാഗും ജേഴ്സിയും ഒക്കെ ഇന്ത്യൻ ജനതയുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറക്കി വിട്ടു ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ.